നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. കെ രമയെ അധിക്ഷേപിച്ച എം മണിക്കെതിരായ പ്രതിഷേധത്തിൽ മുങ്ങി സഭ. ചോദ്യോത്തരവേള മുതൽ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം. എം മണി മാപ്പ് പറയണം, വഴങ്ങാതെ ഭരണപക്ഷം. സഭ ഇന്നത്തേക്ക് പിരിച്ചുവിട്ട് സ്പീക്കർ. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ധീരജിന്റേത് ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ രംഗത്തു വരുന്നതെന്ന് മന്ത്രി പി രാജീവ്. എം മണി പറഞ്ഞത് TP കൊലപാതകത്തിൽ CPM-ന് പങ്കില്ല എന്നാണ്. മറ്റ് വ്യാഖ്യാനങ്ങൾ പ്രതിപക്ഷം കൂട്ടിച്ചേർത്തത്. അൺപാർലമെന്ററി അല്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ ആ ഘട്ടത്തിൽ മാറ്റാൻ കഴിയില്ലെന്ന് സ്പീക്കറുടെ റൂളിംഗ്. അൺപാർലമെന്ററി വാക്കുകൾ മാത്രമാണ് തൽസ്വയം നീക്കുന്നത്. എം മണിയുടെ പരാമർശം പിന്നീട് പരിശോധിക്കും. മുഖ്യമന്ത്രിയുടെ കയ്യിൽ TPയുടെ രക്തക്കറ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതായി കെ രമ. കൊലപാതകത്തിലെ മാസ്റ്റർ ബ്രെയിൻ ആരെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നിയമസഭയിൽ ഉൾപ്പെടെ ചന്ദ്രശേഖരൻ ജീവിക്കുന്നു. അതിനെ ഭരണപക്ഷം ഭയക്കുന്നു. ത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഭാഷയെ അവർക്കറിയുള്ളൂ. മനുഷ്യത്വം അവർക്കില്ല. സ്നേഹത്തിന്റെയോ ആർദ്രതയുടെയോ ഭാഷ അവരിൽ നിന്ന് നാം കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഇനി അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെങ്കിലും അതൊരു തിരുത്താനുള്ള ഒരു സന്മനസ് കാണിക്കണം. മുഖ്യമന്ത്രിയാണ് ആ പാർട്ടി കോടതി ജഡ്ജി. അദ്ദേഹത്തിന്റെ കയ്യിൽ രക്തക്കറയുണ്ട്. കെ രമ അത് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാനിത് പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇതിൻ്റെ ഗൂഢാലോചനയിലെ മാസ്റ്റർ ബ്രെയിൻ എവിടെയാണ് എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആ മാസ്റ്റർ ബ്രെയിൻ കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ആ മാസ്റ്റർ ബ്രെയിനിലുള്ള ആളുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് സ്പീക്കറല്ലേ? സ്പീക്കർ പറഞ്ഞല്ലോ ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. അപ്പം നിയമസഭയിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് അതിൽ പുറത്ത് അത്തരമൊരു പരാമർശനം ഞാൻ നടത്തുന്നതിൽ എന്താണ് അതിൻ്റെ കാര്യം? ഇല്ല, അത് നിങ്ങളുടെ അഭിപ്രായമാണ്. ഇത് സ്പീക്കർ അത് പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിലാണ് വിശ്വാസം. അത് നിയമസഭയ്ക്കകത്ത് നടന്ന കാര്യമില്ലേ, അത് അവർ പറയട്ടെ. അല്ല, അങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ടാവും. അതിനോടല്ലേ ഇപ്പം നമ്മൾ പുറത്ത് പ്രതികരിക്കണമെന്നില്ലല്ലോ. നിയമസഭയ്ക്കകത്ത് സഭയുടെ ഉത്തരവാദിത്വം സ്പീക്കർക്കാണ്. സ്പീക്കറാണ് അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അതിന്മേൽ അവസാന തീരുമാനം എടുക്കുന്നത്. സ്പീക്കറുടെ തീരുമാനം അന്തിമവുമാണ്. കെ രമയ്ക്കെതിരായ നിയമസഭയിലെ എം മണിയുടെ പരാമർശത്തിൽ കാനം രാജേന്ദ്രൻ പ്രതികരിക്കുകയായിരുന്നു. സ്പീക്കർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അത്തരത്തിലാണ് കാനം വിഷയത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി ജഡ്ജിയായ പാർട്ടി കോടതിയാണ് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതെന്ന് VD സതീശൻ. കേരളത്തിൽ വിധവകളെ ഉണ്ടാക്കുന്ന പാർട്ടിയാണ് CPM. നാടിന്റെ മനസാക്ഷി പ്രതികരിക്കും. സഭയ്ക്ക് പുറത്തായിരുന്നു സതീശന്റെ പ്രസ്താവന. ഇത് വിധിയാണ്. അത് പാർട്ടി കോടതി നടപ്പാക്കിയ ഒരു വിധിയാണ്. ആ പാർട്ടി കോടതിയിൽ ഈ വിധി പ്രഖ്യാപനം നടത്തിയ ജഡ്ജ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ പാർട്ടി കോടതിയിലാണ് ചന്ദ്രശേഖരനെ ക്രൂരമായി കൊല്ലാൻ വേണ്ടിയിട്ടുള്ള വിധി ഉണ്ടായത്. വിധി തന്നെയാണ്, അക്ഷരാർത്ഥത്തിൽ വിധിയാണ്. അത് പാർട്ടി കോടതിയുടെ വിധിയായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത ഒരാൾ, ചോരയുടെ കറ ഇപ്പോഴും കൈകളിലുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് വീണ്ടും അവരെ അപമാനിക്കുമ്പോൾ, വീണ്ടും അവരെ വേട്ടയാടുമ്പോൾ, വീണ്ടും കൊന്നിട്ടും പകതീരാതെ വീണ്ടും സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. കാരണം ആ വിധി പ്രഖ്യാപനം നടത്തിയ ജഡ്ജിയാണ് പിണറായി വിജയൻ. കേരളത്തിൽ വിധവകളെ ഉണ്ടാക്കുന്ന പാർട്ടിയാണ് CPM. എം മണി വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞാൽ താൻ ശുദ്ധൻ എന്നാണ് അർത്ഥമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മണി CPM-ന്റെ ശാപം. TP കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണം. വിവാദം ശക്തമായിട്ടും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നെന്ന് എം മണി. പരാമർശം സ്ത്രീവിരുദ്ധമല്ല. രമ 1 വർഷമായി മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുന്നു. രമയോട് പ്രത്യേക വിദ്വേഷമില്ലെന്നും എം മണി.
ഞാൻ കാര്യം പറഞ്ഞു തരുന്നതിന് അവരെങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ അവർ പിടിച്ചു വരുത്തിയതാണ്. ഞാൻ അതിനകത്തൊന്നും ഉത്തരവാദി അല്ല. അവരോട് ബഹളം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടാണോ? ഞാൻ പറയുന്നത് എന്നാന്ന് അവർ കേൾക്കണമായിരുന്നല്ലോ. ഞാൻ പറയുന്നത് മോഹിക്കുന്നതിന് മുമ്പ് അവർ ബഹളം തുടങ്ങി. പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് അവരോട് സഹാനുഭൂതി അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല. ഇല്ലില്ല, അത് പറഞ്ഞത് തന്നെയാണ്. പിന്നെ ഞാൻ എന്തിനാ മാറണം? കെ രമയോടുള്ള എം മണിയുടെ പ്രതികരണം തെറ്റെന്ന് കെ സുരേന്ദ്രൻ. മണിയെ ഉപദേശിക്കുന്നതിന് പകരം ഇലക്ട്രിക് പോസ്റ്റിന് വെള്ളമൊഴിക്കുന്നതാണ് നല്ലത്. രമയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതിപക്ഷം പറഞ്ഞ അതേ നിലപാട് തന്നെയാണ്. കെ രമയോട് കാണിച്ചിരിക്കുന്നത് അനീതിയാണ്. അങ്ങേയറ്റത്തെ നിലവാരം കുറഞ്ഞ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അതിൽ മണി ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ്. പിന്നെ മണിക്കൊന്നും പിന്നെ എന്ത് പറഞ്ഞാലും ഖേദം പ്രകടിപ്പിക്കാനുള്ള ബാധ്യത ഇല്ലല്ലോ. അങ്ങനെയുള്ള ഒരു വ്യക്തികളാണല്ലോ ഇവരൊക്കെ. തെറ്റ് ചെയ്താൽ അതിനൊന്നും ഖേദം പ്രകടിപ്പിക്കുകയോ മനസാക്ഷിക്കുത്തുണ്ട്. മനസാക്ഷി തന്നെ ഇല്ലാത്തവരാണ് ഈ മണീനെ പോലത്തെ ആൾക്കാർ. അവരോടൊക്കെ എന്ത് പറയാനാണ്? എം മണിയെയൊക്കെ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് ഇലക്ട്രിക് പോസ്റ്റിന് കുറച്ച് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. രമയ്ക്കെതിരെയുള്ള CPM ആക്രമണം TP വധത്തേക്കാൾ നീചമെന്ന് മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേസിൽ വൻ സ്രാവുകൾ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കുമായിരുന്നില്ല. എം മണി പറഞ്ഞത് തെറ്റെന്ന് സഭ നിയന്ത്രിച്ചിരുന്ന EK വിജയൻ പറയുന്ന ദൃശ്യം ചർച്ചയാകുന്നു. മണിയുടെ പ്രസംഗം തുടരുമ്പോഴാണ് സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറിയോട് ഇക്കാര്യം പറയുന്നത്. സഭയിലെ ഈ സംഭാഷണത്തിന്റെ ദൃശ്യം വ്യാപകമായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. BJP സംസ്ഥാന പഠന ശിബിരം പാലക്കാട്ട്. പങ്കെടുക്കുന്നത് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ 300ഓളം പേർ. ശിബിരത്തിന്റെ മുഖ്യ ലക്ഷ്യം കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിശദീകരണം. സ്വയം റിപ്പബ്ലിക്കായി സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഫെഡറൽ തത്വത്തെക്കുറിച്ച് കേരള സർക്കാരിന് ധാരണയില്ല. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനം പേരുമാറ്റി നടപ്പാക്കുന്നു. സംസ്ഥാന ഭരണത്തെ കേന്ദ്രം അപ്രസക്തമാക്കുന്നെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വികസന പദ്ധതികളെല്ലാം കേന്ദ്രത്തിന്റേതാണെന്ന് പറയുന്നു. ജയശങ്കർ വികസന പദ്ധതികൾ കാണുന്നത് നല്ലത് തന്നെ, പക്ഷേ അതിനു പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും കോടിയേരി. ഗൂഢാലോചന കേസിൽ തന്നെ സഹായിക്കുന്നവരെയും പ്രതികളാക്കുന്നുവെന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ്. ഡ്രൈവറെയും സുരക്ഷയ്ക്ക് വന്നവരെയും നിർബന്ധമായി കൊണ്ടുപോയി 164 പ്രകാരം മൊഴി കൊടുപ്പിച്ചു. ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന് മൊഴി നൽകിച്ചു. പറ്റില്ലെന്ന് പറയുന്നവരെ പ്രതി ചേർത്ത് പീഡിപ്പിക്കുകയാണെന്നും സ്വപ്ന സുരേഷ്. കുട്ടികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിൽ നടൻ ശ്രീജിത്ത് രവിക്ക് ജാമ്യം. ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായി ചികിത്സ നൽകാമെന്ന് ശ്രീജിത്ത് രവിയുടെ ഭാര്യയും പിതാവും സത്യവാങ്മൂലം നൽകണം. പ്രധാനമന്ത്രിക്കെതിരെ AN ഷംസീർ നടത്തിയ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഷംസീറിനെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. സ്പീക്കർ തടയാൻ ശ്രമിച്ചില്ല. പ്രതിപക്ഷം മൌനം പാലിച്ചത് നിർഭാഗ്യകരമെന്നും സുരേന്ദ്രൻ. ദേശീയപാതയുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള ചുമതല സംസ്ഥാന സർക്കാരിനാണെന്ന് കെ സുരേന്ദ്രൻ. ഇതിനായി ദേശീയപാത അതോറിറ്റി സംസ്ഥാനത്തിന് പണം നൽകുന്നുണ്ട്. മന്ത്രി വസ്തുത മറച്ചുവെച്ചാണ് ദേശീയപാതയിലെ കുഴികളെക്കുറിച്ച് പറയുന്നത്. ഷംസീർ പൊട്ടക്കിണറ്റിലെ തവളയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. നിയമസഭയിൽ ഇരുന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഒന്നാം പിണറായി സർക്കാർ ബ്രൂവറി അനുവദിച്ചതിനെതിരായ കേസിൽ സർക്കാരിന് ആശ്വാസം. നികുതി വകുപ്പിൽ നിന്ന് ഫയലുകൾ സമർപ്പിക്കണമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സ്വകാര്യ അന്യായത്തിന്മേൽ വിജിലൻസ് കോടതിക്ക് കേസെടുക്കാനാകില്ലെന്നായിരുന്നു സർക്കാർ വാദം. പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിലായിരുന്നു വിജിലൻസ് കോടതിയുടെ നടപടി. അട്ടപ്പാടി മുരുകള ആദിവാസി ഊരിലെ ദുരിതാവസ്ഥയിൽ പട്ടികവർഗ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട് ഇന്ന്. മന്ത്രി കെ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി ഡയറക്ടർ ഊര് സന്ദർശിച്ചത് ഇന്നലെ. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തിരുത്തൽ നടപടികൾ തുടരുന്നു. നടപടി മുരുകളയിലെ ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തയിൽ. മങ്കിപോക്സ് സ്ഥിരീകരിച്ച കൊല്ലം സ്വദേശിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. നിരീക്ഷണത്തിലുള്ളവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സംഘമെത്തും. കൊല്ലത്ത് മുൻകരുതൽ നടപടി തുടങ്ങി. കൊല്ലത്ത് പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം കുത്തനെ കൂടുന്നു. പനി ബാധിതർക്ക് കോവിഡ് പരിശോധന നടത്തുന്നില്ലെന്ന് വ്യാപക പരാതി. ലക്ഷണങ്ങൾ അവഗണിച്ച് ചികിത്സയ്ക്ക് തയ്യാറാകാത്തവരും നിരവധിയുണ്ടെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. കാസർഗോഡ് ജില്ലയിലെ 5 ക്ഷേത്രങ്ങളിൽ കവർച്ച നടന്നത് കാഞ്ഞങ്ങാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കായി തെരച്ചിൽ.
സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനവുമായി തിരുവോണം ബമ്പർ 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 5 കോടി രൂപയും മൂന്നാം സമ്മാനം 10 പരമ്പരകളിലായി ഓരോ കോടി രൂപ വീതവും നൽകും. ധനമന്ത്രി KN ബാലഗോപാലും ഗതാഗത മന്ത്രി ആന്റണി രാജുവും ചേർന്ന് ടിക്കറ്റ് പ്രകാശനം ചെയ്തു. മലങ്കര കത്തോലിക്ക സഭയ്ക്ക് 2 പുതിയ മെത്രാൻമാർ കൂടി. ചുമതലയേറ്റത് കാത്തോലിക്കേറ്റ് സെന്ററിലെ കൂരിയ മെത്രാനായി ഡോക്ടർ ആന്റണി കാക്കനാട്ടും തിരുവനന്തപുരം മേജർ അതിരൂപത സഹായ മെത്രാനായി ഡോക്ടർ മാത്യു മനക്കരക്കാവിലും. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ കർദിനാൾ ക്ലിമീസ് കാത്തോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. 89ാം പിറന്നാൾ MT വാസുദേവൻ നായർ ആഘോഷിച്ചത് തൊടുപുഴയിലെ ചലച്ചിത്ര ലൊക്കേഷനിൽ. MTയുടെ ഓളവും തീരവും സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു ആഘോഷം. നായകൻ മോഹൻലാലും സംവിധായകൻ പ്രിയദർശനും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധത്തിന് വിലക്ക്. ധർണയോ നിരാഹാരമോ പാടില്ലെന്ന് ലോക്സഭാ സെക്രട്ടറി ജനറൽ. മതപരമായ ചടങ്ങുകൾ നടത്തുന്നതിനും വിലക്ക്. കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ. പാർലമെന്റിലെ പദവിലക്കിൽ സർക്കാർ വിശദീകരണത്തിന് ശേഷവും വിവാദമൊഴിയുന്നില്ല. പുതിയ ഇന്ത്യയുടെ പുതിയ പദകോശമെന്ന രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നേതാക്കൾ. പദങ്ങൾക്ക് വിലക്കില്ലെന്നും മോശം അർത്ഥത്തിൽ പ്രയോഗിച്ചാൽ മാത്രമേ രേഖകളിൽ നിന്ന് നീക്കൂവെന്നും സ്പീക്കർ ഓം ബിർല. നൂപുർ ശർമ്മ കേസിൽ സുപ്രീംകോടതി വിധിയെ വിമർശിച്ച നിയമവിദഗ്ധർക്കെതിരെ കോടതിയലക്ഷ്യ നടപടിക്ക് അനുമതിയില്ല. അനുമതി നിഷേധിച്ചത് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ. സുപ്രീംകോടതി അഭിഭാഷകൻ അനുമതി തേടിയത് മുൻ ഡൽഹി ഹൈക്കോടതി ജഡ്ജി SN ദിംഗയ്ക്കും മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അമാൻ ലേഖിക്കും എതിരെ. നൂപുർ ശർമ്മ വിഷയത്തിൽ നടത്തിയ പരാമർശത്തിൽ വിശദീകരണവുമായി അജ്മീർ ദർഗ പുരോഹിതൻ സയ്യിദ് സർവാർ ക്രിസ്റ്റി. 33 കോടി ദേവതകൾ ഉണ്ട് എന്ന് എങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന പരാമർശത്തിലാണ് വിശദീകരണം. വിശ്വാസത്തിന് പല മാനങ്ങളുണ്ട് എന്ന് പറയാൻ ഉപയോഗിച്ച ഉദാഹരണം മാത്രമെടുത്ത് പ്രചരിപ്പിച്ചതാണ് തെറ്റിദ്ധാരണയ്ക്ക് കാരണം. പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകൻ നുസ്രത് മിർസയെ അറിയില്ലെന്ന മുൻ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരിയുടെ വാദം ശരിയല്ലെന്ന് BJP. 2009 ഇരുവരും ഒരേ വേദിയിലെത്തിയ ചിത്രം BJP പുറത്തുവിട്ടു. അൻസാരിയുടെ ക്ഷണപ്രകാരം ഇന്ത്യ സന്ദർശിച്ചെന്ന് നുസ്രത് മിർസ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഇന്റർനാഷണൽ കൌൺസിൽ ഫോർ ജൂറിസ്റ്റിലെ ഡോക്ടർ അതിഷ് അഗർവാൾ സ്ഥിരീകരിച്ചിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പാകിസ്ഥാൻ ചാരൻ നുഴഞ്ഞുകയറിയ സംഭവത്തിൽ നടപടി നേരിട്ട മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഹർജി തള്ളി സുപ്രീംകോടതി. ഫോണുകളും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും തിരികെ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് 3 മുൻ കേണൽമാരും ഒരു ലഫ്റ്റനന്റ് കേണലും. വ്യക്തിവിവരങ്ങളാണെങ്കിലും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഘട്ടത്തിൽ ഇടപെടാൻ അവകാശമുണ്ടെന്ന് സുപ്രീംകോടതി. ഓൾഡ് ന്യൂസ് സ്ഥാപകൻ മുഹമ്മദ് സുബൈറിനെതിരെ ഉത്തർപ്രദേശിൽ മാത്രം 6 കേസുകൾ. 6ഉം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് സുബൈർ വീണ്ടും സുപ്രീംകോടതിയിൽ. ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചെന്ന് ആരോപിച്ച് രാഷ്ട്രീയ സ്വാഭിമാൻ സേവാദൾ നൽകിയ കേസിൽ സുബൈറിനെ ഹത്രാസ് കോടതി 14 ദിവസം കസ്റ്റഡിയിൽ വിട്ടു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനത്തെ RSSുമായി ഉപമിച്ച പട്ന പോലീസ് സീനിയർ സൂപ്രണ്ട് മാനവ്ജീത് സിംഗ് ദില്ലനെതിരെ പ്രചാരണം. വിവാദത്തിലായത് ബീഹാറിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനം. പ്രതിഷേധം RSS ശാഖകളിലെ പോലെ പോപ്പുലർ ഫ്രണ്ടും മുളവടി പരിശീലനം നടത്തുന്നുണ്ടെന്ന വാചകത്തെ ചൊല്ലി. പൌരന്മാരുടെ മൌലിക ഉത്തരവാദിത്തങ്ങൾ 2 മാസത്തിനകം നിർണ്ണയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. സെപ്റ്റംബർ 26 മുൻപ് നിലപാട് അറിയിക്കണമെന്നും ഇത് അവസാന അവസരമെന്നും കോടതി. നടപടി പൌരന്മാർ പാലിക്കേണ്ട ഉത്തരവാദിത്തം നിർണ്ണയിക്കാൻ ആവശ്യപ്പെട്ട് അഭിഭാഷക ദുർഗാദത്ത് നൽകിയ ഹർജിയിൽ. സൈന്യത്തിനെതിരെ കേസ് കൊടുത്ത വനവാസി ചേതന ആശ്രമത്തിലെ ഹിമാംശു കുമാറിനെതിരെ CBI അന്വേഷണം. സൈന്യം ആദിവാസികളെ കൂട്ടക്കൊല ചെയ്തത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കേസ്. കേസിൽ കഴമ്പില്ലെന്ന് വിധിച്ച സുപ്രീംകോടതി ഹിമാംശുവിന് 5 ലക്ഷം രൂപ പിഴ ചുമത്തി. പെട്രോൾ ഡീസൽ സെസ് കുത്തനെ കുറച്ച് മഹാരാഷ്ട്ര. പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയും കുറയും. വർഷം 6000 കോടിയുടെ നികുതി കുറയുമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് പൂർണ്ണ അനുമതി നൽകി മഹാരാഷ്ട്ര സർക്കാർ. ഡിസംബറിന് മുൻപ് മുഴുവൻ ഭൂമിയും ഏറ്റെടുത്ത് നൽകും. ജീവൻ വയ്ക്കുന്നത് 2 വർഷമായി ഇഴഞ്ഞു നീങ്ങുകയായിരുന്ന പദ്ധതി. ഫോൺ ചോർത്തൽ കേസിൽ അറസ്റ്റിലായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുൻ CEO ചിത്ര രാമകൃഷ്ണ
4 ദിവസം ED കസ്റ്റഡിയിൽ. അഴിമതി കേസിലെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നാണ് തെളിവെടുപ്പിനായി EDക്ക് കൈമാറിയത്. റഷ്യൻ കപ്പലുകളെ വിലക്കാൻ മുംബൈ തുറമുഖത്തോട് നിർദ്ദേശിച്ച് അമേരിക്കൻ കോൺസുലേറ്റ് ജനറൽ. കോൺസുലേറ്റ് ജനറലിന് എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ ഡൽഹിയിലാണ് അറിയിക്കേണ്ടതെന്ന് വിദേശകാര്യ മന്ത്രാലയം. റഷ്യൻ കപ്പലുകൾക്ക് തുറമുഖത്ത് അനുമതി നൽകരുത് എന്ന് നിർദ്ദേശിച്ച് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ കോൺസുലേറ്റ് ജനറൽ കത്ത് നൽകിയത്. കേന്ദ്ര സർവകലാശാലകളിലെ ബിരുദ പ്രവേശനത്തിനുള്ള പരീക്ഷയ്ക്ക് തുടക്കം. 90 സർവകലാശാലകളിലേക്കും 44 കേന്ദ്ര സർവകലാശാലകളിലേക്കും 12 സംസ്ഥാന സർവകലാശാലകളിലേക്കും പ്രവേശനത്തിന് പൊതുപരീക്ഷ നടത്തുന്നത് ആദ്യം. പരീക്ഷ രാജ്യത്തെ 500 കേന്ദ്രങ്ങളിലും വിദേശത്തെ 10 കേന്ദ്രങ്ങളിലും. പ്രതിപക്ഷ കൂട്ടായ്മ ബഹിഷ്കരിച്ച് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിനെ പിന്തുണയ്ക്കാൻ ജാർഖണ്ഡ് മുക്തി മോർച്ച. യശ്വന്ത് സിൻഹയെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിൽ JMM നേരത്തെ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രി ഹേമന്ത് സൊറേന്റെ മനംമാറ്റം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജാർഖണ്ഡ് സന്ദർശനത്തിന് പിന്നാലെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP ശ്രീലേഖയെ ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് ഹൈക്കോടതി. മുൻ DGPയുടെ പ്രസ്താവനയ്ക്ക് കേസിൽ എന്ത് പ്രാധാന്യമാണുള്ളതെന്ന് കോടതി ചോദിച്ചു. തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യേണ്ടതില്ല ശ്രീലേഖയെ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്? വിവരങ്ങൾ. ധന്യ, കഴിഞ്ഞ ദിവസമാണ് മുൻ ജയിൽ DGP ആയിരുന്ന ശ്രീലേഖ ദിലീപ് ഈ കേസിൽ, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. നിരവധി ആരോപണങ്ങളും അവർ അതിനോടൊപ്പം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ശ്രീലേഖയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കുന്നത്, ഹൈക്കോടതിയെ അറിയിക്കുന്നത്. തുടരന്വേഷണം നീട്ടണം എന്ന് പറഞ്ഞ് നൽകിയ ഹർജിയിൽ തന്നെയാണ് ഈ ശ്രീലേഖയെ ചോദ്യം ചെയ്യേണ്ട കാര്യവും ക്രൈംബ്രാഞ്ച് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇപ്പോൾ കോടതി ഇതിൽ വാദം കേട്ടു. വാദം കേട്ടപ്പോഴാണ് കോടതി പറഞ്ഞത് എന്ത് സാഹചര്യത്തിലാണ് ശ്രീലേഖയെ ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടത്. മുൻ ജയിൽ DGPയുടെ വെളിപ്പെടുത്തലുകൾക്ക് നിലവിൽ കേസുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് അവരെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത്. ഏതായാലും ഈ കേസ് വീണ്ടും ഹൈക്കോടതി അടുത്ത തിങ്കളാഴ്ച കേൾക്കും. ശരി, നന്ദി സുബി. ശ്രീലങ്കയിൽ ഗോട്ടബയ രാജപക്ഷയുടെ രാജി സ്ഥിരീകരിച്ച സ്പീക്കർ. നാളെ പാർലമെന്റ് സമ്മേളനം. പുതിയ പ്രസിഡന്റ്. 7 ദിവസത്തിനകം അവകാശവാദം ഉന്നയിച്ച നിരവധി നേതാക്കൾ ഗോട്ടബയയുടെ രാജി ആഘോഷമാക്കി പ്രക്ഷോഭം. സിംഗപ്പൂരിൽ നിന്ന് ഗോട്ടബയ സൗദി അറേബ്യയിലേക്ക് UAE പോകുമെന്ന് ശ്രീലങ്കൻ മാധ്യമങ്ങൾ. മാലിയിൽ നിന്ന് ഗോട്ടബയ സിംഗപ്പൂരിലെത്തിയത് കഴിഞ്ഞ ദിവസം. രാജി വൈകിയത് സുരക്ഷിത രാജ്യത്ത് എത്തും വരെ അംഗരക്ഷകരെ പിൻവലിക്കാതിരിക്കാനെന്ന് റിപ്പോർട്ടുകൾ. ആഗോള സാമ്പത്തിക സ്ഥിതി അതീവ ആശങ്കാജനകമെന്ന് IMF മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ. വളർച്ചാ നിരക്ക് 3.6% താഴ്ത്തി. അമേരിക്കയിലെ വിലപ്പെരുപ്പ തോത് 9.1-ലെത്തിയത് ആശങ്കാജനകം. ശക്തമായ പനിയും രുചി നഷ്ടപ്പെടുന്നതും കോവിഡ് ലക്ഷണങ്ങളുടെ പട്ടികയിൽ താഴേക്ക്. തൊണ്ടവേദനയാണ് കോവിഡുള്ളവരിൽ ഏറ്റവും പൊതുവായി കാണുന്നതെന്ന് ബ്രിട്ടനിൽ നടത്തിയ പഠനം. രണ്ടാമത് തലവേദനയും മൂന്നാമത് മൂക്കടപ്പുമാണ്. നേരത്തെ കോവിഡ് ബാധിച്ചവരിൽ ഏറെ പേർക്കും ശക്തമായ പനിയും രുചിയില്ലായ്മയും ഉണ്ടായിരുന്നു. മൈക്രോസോഫ്റ്റുമായി ചേർന്ന് നിരക്ക് കുറഞ്ഞ സ്ട്രീമിംഗ് പദ്ധതി പ്രഖ്യാപിച്ച് നെറ്റ്ഫ്ലിക്സ്. ജനകീയ പ്ലാറ്റ്ഫോമുകളുമായുള്ള മത്സരത്തിൽ 2.5 ലക്ഷം ഉപയോക്താക്കളെ നഷ്ടപ്പെട്ടതോടെയാണ് പുതിയ നീക്കം. മൈക്രോസോഫ്റ്റ് വഴിയുള്ള പരസ്യങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ പദ്ധതിയുടെ നിരക്കുകൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വടക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. കണ്ണൂരിലും വയനാട്ടിലും രാത്രി ശക്തമായ മഴ. കാലവർഷത്തിൽ കാസർഗോഡ് വ്യാപക നഷ്ടം. 151 വീടുകൾ പൂർണ്ണമായി തകർന്നു. 3 പേർ മരിച്ചു. 606 ഹെക്ടറിൽ കൃഷിനാശം. ശക്തമായ കാറ്റിൽ തൊടുപുഴ കുണിഞ്ഞിയിൽ വ്യാപകമായ നാശനഷ്ടം. മരമൊടിഞ്ഞു വീണ് വീടുകളും കടമുറികളും തകർന്നു. മേഖലയിൽ വ്യാപകമായ കൃഷിനാശം. സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ് കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ ഗ്രാമത്തിൽ. സൂര്യകാന്തി പാടത്തിന്റെ മനോഹാരിത ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. ഗുണ്ടൽപേട്ടിലെ കാഴ്ചകളിലേക്ക്.
ഇടവേളയ്ക്ക് ശേഷം പൃഥ്വിരാജും ഷാജി കൈലാസും വീണ്ടും ഒന്നിക്കുന്ന കാപ്പയുടെ പൂജ തിരുവനന്തപുരത്ത് നടന്നു. SN സ്വാമിയാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. ജഗദീഷ് ആദ്യ ക്ലാപ്പ് അടിച്ചു. പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങളുണ്ടായിരുന്നു. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.